40 വർഷത്തിലേറെയായിട്ടും മലയാള സിനിമയിൽ ഇന്നും വിജയക്കൊടി പാറിച്ചു നിൽക്കുന്ന നടനാണ് മമ്മൂട്ടി. എങ്ങനെയാണ് മമ്മൂട്ടിക്ക് ഇത് സാധിക്കുന്നത്? സിനിമയോടുള്ള മമ്മൂട്ടിയുടെ അടങ്ങാത്ത അഭിനിവേശവും ആത്മാർത്ഥതയുമാണ് അതിനു പിന്നിലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറയുന്നു. അതിൻ്റെ തെളിവായി ഒരു സംഭവ കഥയും സത്യൻ വെളിപ്പെടുത്തുന്നുണ്ട്. വടക്കൻ വീരഗാഥ എന്ന സിനിമ ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമയം. അന്നൊരു ദിവസം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകാനായി വണ്ടി കാത്തുനിന്ന സത്യനെ മമ്മൂട്ടി തൻ്റെ കാറിൽ ഒപ്പം കൂട്ടി. വണ്ടിയിൽ വച്ച് മമ്മൂട്ടി സത്യനോട് പറഞ്ഞു, അടുത്ത സിനിമ MTയുടേതാണ്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, ചന്തുവിൻ്റെ കഥാപാത്രമാണ്. അതുകൊണ്ട് ചന്തുവിൻ്റെ സംഭാഷണം മുഴുവൻ ഞാൻ കോഴിക്കോട് പോയി MTയെ കൊണ്ട് പറയിച്ച് റെക്കോർഡ് ചെയ്ത് കാസറ്റിലാക്കി. യാത്രയിൽ മുഴുവൻ താൻ ആ കാസറ്റ് കേട്ട് പഠിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി സത്യനോട് പറഞ്ഞു. വടക്കൻ വീരഗാഥ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ചന്തുവിൻ്റെ ഡയലോഗുകൾ കാസറ്റ് കേട്ട് മമ്മൂട്ടി കാണാതെ പഠിക്കുന്നത് നേരിട്ട് കണ്ടതിൻ്റെ അമ്പരപ്പ് ഇന്നും സത്യൻ അന്തിക്കാടിൻ്റെ വാക്കുകളിലുണ്ട്. വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ. മറിമായം ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ പൂജാവേളയിലാണ് സത്യൻ അന്തിക്കാട് ഈ സംഭവ കഥ വിവരിച്ചത്. ഇരുമ്പാണി തട്ടി മുളയാണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള MT എവിടെ നിർത്തുന്നു, എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ളത്. ആത്മസമർപ്പണത്തോടെ മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണെന്നും സത്യൻ കൂട്ടിച്ചേർത്തു.